സ്വാഗതം പറഞ്ഞ വേദിയിലെ പ്രാവശ്യം നമ്മുടെ ബഹുമാനികളെ അമ്പത്തിലൂടെ വേദിയാണമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പരിപാടിയാണ് രാവിലെ 9 മണിക്ക് ലോക്സഭയിലെ മൈക്കൊന്ന് പൊക്കി വയ്ക്കാൻ പോകും. സന്തോഷത്തോടുകൂടി ഡോക്ടർ ബി.ആർ. അംബേദ്കർ സംസ്കാര സമിതിയുടെ 25ാമത് വാർഷിക സമ്മേളനം വേദി അവർക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ചർച്ച കൂടിയാണ്. ആ വൈരുദ്ധ്യങ്ങളുടെ തുടർച്ച നമ്മുടെ സമകാലീന ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കാണുന്നത് വേണ്ടിയാണ്. അന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പഴി നൽകിയവർ ഇന്ന് സ്വാതന്ത്ര്യ സമര വീരന്മാരായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാഴ്ചയിൽ കാണാൻ കഴിയും. അവരെ വാഴ്ത്തപ്പെടുന്നവരായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഡോക്ടർ അംബേദ്കറുടെ കാര്യം നിൽക്കുക ജീവിതകാലത്തുടനീളം അംബേദ്കർ എന്തിനു വേണ്ടി നിലകൊണ്ടോ എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അംബേദ്കർ ആരെ തന്റെ ജീവിതം കൊണ്ട് എതിർത്തുവോ അവരിന്ന് അംബേദ്കറുടെ ആശയം പിൻപറ്റുന്നവരായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണഘടന പോലും വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് നാം ഇത് കടന്നുപോകുന്നത്. ഭരണഘടനയുടെ അന്തസത്തയായ ജനാധിപത്യത്തിന്റെ ആകാംക്ഷ പോലും റദ്ദു ചെയ്യപ്പെടുമോ എന്ന ആശങ്ക ആളുകളിൽ. മനോവാദികൾക്കെതിരെ അംബേദ്കർ ആഞ്ഞടിക്കുന്നത് ചരിത്രപരമായ കാരണങ്ങളായിട്ടുണ്ടാകും. അതേ കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അദ്ദേഹം കുറിച്ചും ജാതിശ്രേണിയിൽ അവസാനക്കാരായവരെ കുറിച്ചും അദ്ദേഹം നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു. നിലനിൽക്കുന്ന ശബ്ദത്തിന് രാഷ്ട്രീയ അംഗീകാരം വന്നത് അംബേദ്കർ മുന്നിൽ നിന്ന് എന്നതുകൊണ്ടാണ്. ആ ശക്തി അറിഞ്ഞുകൊണ്ടാണ് ആരെയാണോ അംബേദ്കർ എതിർത്തത് അവർ അംബേദ്കറെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ കാണുന്നതിലൂടെ അംബേദ്കറുടെ മൂല്യം അറിഞ്ഞുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം നടത്തുന്നത്. ജാതിവ്യവസ്ഥയ്ക്കെതിരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPI നിലകൊള്ളുന്ന കാര്യം തീർച്ചയായും ഈ സന്ദേശമാണ് ഇന്ത്യയുടെ ഉറപ്പ് നൽകുന്നതിലൂടെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും നമ്മുടെ സാമൂഹികപരമായി മുന്നോട്ട് നിൽക്കുന്ന ജനവിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി രാജ്യത്താകത്തന്നെ പോരാളിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത് അംബേദ്കർ ദിനം എന്ന് പറഞ്ഞാൽ ദളിത് വിഭാഗത്തിന്റെ ദിനം മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ 140 കോടിയോളം വരുന്ന ജനങ്ങളുടെ ആകെ ദിനമായി നമുക്ക് ആചരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താമെന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ച നന്ദി രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം.
ഇല്ലല്ല ഇല്ലല്ല. ബഹുമാനിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോകാൻ വളരെ തിരക്കുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികളുള്ളതാണ് ഇന്നേ ദിവസം. അതുകൊണ്ട് അവാർഡ് ദാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കൗൺസിലർ രക്ഷാധികാരി പാളയില്ലാതെ അവർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാബു എം യോഹനാൻ, അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനമായ ഡോക്ടർ സാബു എം യോഹനാൻ കാരുണ്യ പ്രവർത്തനം അടിസ്ഥാനമാക്കി ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ജീവകാരുണ്യ പുരസ്കാരമായ മെമ്മന്റോ പ്രശസ്തി പത്രം നൽകി അദ്ദേഹത്തിന് മെമ്മന്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി അവരെ ആദരവോട് ക്ഷണിക്കുകയാണ്. അടുത്തതായി ശ്രീമതി ഉഷാകുമാരി ടീച്ചർ ജീവകാരുണ്യ പ്രവർത്തനം അടിസ്ഥാനമാക്കി ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ ജീവകാരുണ്യ പുരസ്കാരമായ മെമ്മന്റോയിൽ പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. ക്ഷണത്തിന് ആദരവ് കൊടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരവോട് ക്ഷണിച്ചു. അടുത്തതായി തോമസ് കണക്കാട് സംസ്ഥാനത്ത് നിർദ്ധനരും നിലാരംബരമായ വൃദ്ധന്മാർക്ക് 1000 രൂപ വീതം പ്രതിമാസം പെൻഷൻ ഏർപ്പെടുത്തുകയും കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തിയിരുന്ന ശ്രീ തോമസ് കണക്കാട് ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ കാരുണ്യ പുരസ്കാരം നൽകി ബഹുമാനപ്പെട്ട പ്രസിദ്ധ പ്രവർത്തകർ ആദരിക്കുന്നു. ആദരവ് കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജലീൽ MP അദ്ദേഹത്തിന് ശ്രീമതി ആൻസി P. ഏലിയാസ് മാഡത്തിന് നവജോത്സവത്തിന് മന്ത്രിയെ ക്ഷണിക്കുന്നു. ശ്രീ അസ്കർ തേക്കിപ്പാലം അദ്ദേഹത്തിന് മെമ്മന്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരവോട് ക്ഷണിക്കുന്നു. ശ്രീ ബിനു P. ഏരിയാസ് അദ്ദേഹത്തിന് മെമ്മന്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ആദരവോട് ക്ഷണിക്കുന്നു. ശ്രീ ഷാജി ഉറ്റവരെ നഷ്ടപ്പെട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നപ്പോൾ കൈത്താങ്ങായി ആനി ശിവ എന്ന വ്യക്തിക്ക് ജീവിതത്തിലേക്ക് വഴികാട്ടിയ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന നിയാമികമായ ഷാജിക്ക് ജീവകാരുണ്യ പ്രവർത്തന അടിസ്ഥാനമാക്കി ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി ജീവകാരുണ്യ പുരസ്കാരം മെമ്മന്റോ പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. ശ്രീ നകുലൻ PR അദ്ദേഹത്തിന് മെമ്മന്റോ കൊടുക്കുന്നതിന് മന്ത്രി ആദരിക്കുന്നു. ശ്രീ PK സജീവ് അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ആദരവോട് ക്ഷണിക്കുന്നു. ശ്രീമതി വാസന്തി രാജേന്ദ്രൻ മാഡത്തിന് ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ആദരവോട് ക്ഷണിക്കുന്നു. ഈ അംബേദ്കർ സാംസ്കാരിക സമിതി ആരംഭം മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയ സഹോദരനായ ശശി മാറന്നിനും അദ്ദേഹത്തെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദരവോട് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി മന്ത്രി ആദരവോട് ക്ഷണിക്കുന്നു.